വിഷു ക്രിയേറ്റീവ്സ് നമുക്ക് എങ്ങനെ മൊബൈലിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ കിട്ടുന്ന ആ സിപ്പ് ഫയലില്ലേ ഇതുപോലെ അങ്ങ് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഫോൾഡർ ഓപ്പണായി വരും. അതിനകത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്സും ടൈപ്പോഗ്രാഫി എല്ലാം ഇതേപോലെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മൊബൈലിൽ ചെയ്യാൻ വേണ്ടി പിക്സാർട്ടോ പിക്സൽ ലാബോ ഏതെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് പിക്സാർട്ട് ആപ്പ്, ഇത് പിക്സൽ ആപ്പാണ്. സോ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്പാണ്. ഇതിലാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം എഡിറ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. ശേഷം ഇവിടെ താഴെ ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടൈപ്പോഗ്രാഫി ആവശ്യമുള്ള വിഷു ആശംസകൾ എന്ന് എഴുതിയ മലയാളം ടൈപ്പോഗ്രാഫി നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശേഷം ഒരു ടെക്സ്റ്റ് ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. നമ്മളൊരു കുടുംബ പേരോ ആരാണ് വിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പേര് ഇങ്ങനെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്യുക. നമുക്കിതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ മൈ ഫോൺസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോണ്ട് യൂസ് ചെയ്യാം. സോ ഞാനിവിടെ മഞ്ചരി എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ്, മലയാളം ഫോണ്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സതീശനും കുടുംബവും. എന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം താഴെ കളർ പാലറ്റിൽ നിന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. സോ അഡീഷണൽ ഞാൻ ഒരു എലമെൻറ്റ് ഇവിടെ ആഡ് ചെയ്യുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടി. ആ എലമെൻറ്റ് നിങ്ങൾക്ക് ആവശ്യാനുസരണം എവിടെ വേണമെങ്കിലും വയ്ക്കാം. ഞാനിതിൻ്റെ ഭംഗിക്ക് വേണ്ടി ഈ ഒരു സൈഡിലോട്ട് സെറ്റ് ചെയ്യുകയാണ്. ഒരു എലമെൻറ്റ് കൂടെ ഒരു ഭംഗിക്ക് വേണ്ടി ആഡ് ചെയ്യുകയാണ് ഞാനിവിടെ. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ ലോഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ബട്ടൺ യൂസ് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് അതൊരു കോർണറിലേക്ക് വെക്കുകയാണ്. ശേഷം കമ്പനിയുടെ പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് ആ ഒരു കോർണറിലേക്ക് വെക്കുമ്പോഴത്തേക്കും ക്രിയേറ്റീവ്സ് റെഡി ആയി കഴിഞ്ഞു. സോ ഇത്രയും സിമ്പിളാണ്. ഇതുപോലെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാനാകും. ഇതിനകത്ത് തന്നിരിക്കുന്ന ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സും മലയാളം ടൈപ്പോഗ്രാഫി PNGയും യൂസ് ചെയ്ത് എലമെൻറ്റ്സൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.